ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് അടിപൊളി ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയല്ലോ. നാടൻ സ്റ്റൈൽ കുടംപുളിയിട്ട ചെമ്മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് കൊഞ്ച് ചെമ്മീൻ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും വേപ്പിലയും പെരിഞ്ചീരകം കൂടി നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇതിൽ മസാലപ്പൊടികൾ ചേർക്കുന്ന വീഡിയോ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഈ തേങ്ങ നമ്മൾ വറുത്ത് വരുന്നത് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നല്ല ഇളക്കി ഇതുപോലെ മാറ്റി വെക്കുക. പിന്നെ ലേശം കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളി ഇട്ടിട്ടുള്ള ചെമ്മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ എടുത്ത് വെച്ചത് അരപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. മൺകലത്തിലാണ് വെക്കുന്നത്. പിന്നെ കുടംപുളി ഇതിടുക. പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് അതിലേക്ക് ഇടുക. കറിവേപ്പില ഇഷ്ടംപോലെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില അതിലിടുക. കൂടുതൽ കറിവേപ്പില നമ്മളെ കറിയിൽ മീൻ കറികളിലൊക്കെ ഇട്ടാൽ നല്ല രുചിയായിരിക്കും. അതുപോലെ 4 പച്ചമുളക്. തേങ്ങ വറുത്തരച്ച ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കുടംപുളിയിട്ട പഴമയുടെ രുചിയിൽ ഉണ്ടാക്കുന്ന ചെമ്മീൻ കറിയാണ്. ചില നാടുകളിലൊക്കെ ഒരു വേറെ സ്റ്റൈലാണ്. ഇത് നമ്മൾ മലബാർ സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. കറി തിളച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ മൂടി വെച്ചു. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച ചെമ്മീൻ അതിലിട്ടിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. നല്ല മണമാണ് കറി. കുടംപുളി ഇട്ട ചെമ്മീൻ കറിയുടെ മണം. പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തിളക്കുന്ന കറിയിലേക്ക് ഒഴിക്കുക. നല്ല സ്മെല്ലാണ് കേട്ടോ. വറുത്തരച്ച കുടംപുളിയിട്ട കറി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ മലബാർ സ്റ്റൈൽ ചെമ്മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.